നമസ്തേ. ഇന്ന് നമ്മളൊന്ന് നമ്മുടെ ഉത്തർപ്രദേശിലൂടെ ഒന്നങ്ങനെ യാത്ര ചെയ്ത് യോഗിയൊക്കെ ഒന്ന് കണ്ടുവരാം. ഇപ്പൊ അതാണല്ലോ ഭയങ്കര ട്രെൻഡിങ് ആയി കിടക്കുന്നത്. കാരണം യോഗി ആദിത്യനാഥ് ഭയങ്കര സംഭവമായി നിൽക്കുക. ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് സീറ്റ് കുറഞ്ഞു. 75 സീറ്റെങ്കിലും കിട്ടുമെന്ന് എല്ലാവരും പ്രവചിച്ചു. പക്ഷെ അവിടെ സീറ്റ് കുറഞ്ഞു. ആ സീറ്റ് കുറഞ്ഞതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ യോഗി ആദിത്യനാഥിനാണെന്ന മറ്റുള്ള പത്രങ്ങൾ പറയുന്നത്. പിന്നെ പത്രങ്ങൾ പല സംഗതികൾ ഇങ്ങനെ മേഞ്ഞെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് പല കാരണം യോഗിയും മോദിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അമിത്ഷായെ കണ്ടുകൂടാ, അങ്ങനെ പല പല പൊളിറ്റിക്കൽ സ്റ്റോറികൾ കൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കാത്ത ഒരു 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 സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലെ ഒന്ന് യാത്ര ചെയ്ത് ഒന്ന് അതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ നല്ലതായിരുന്നു. പല പല ന്യൂസ് ചാനലുകളും പല മാധ്യമങ്ങളും അടിച്ചിറക്കുന്ന വാർത്തകൾക്ക് യാതൊരു കയ്യും കണക്കില്ല. അങ്ങ് പറയുന്നേ. കാരണം ബി.ജെ.പിന്റെ മറ്റേ ഡൽഹി ഓഫീസിൽ പോയി ഡയറക്റ്റ് മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് അവിടുന്ന് എന്തോ കേട്ട് വന്ന് പറയുന്ന മാതിരിയാ പറയുന്നത്. ആ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നാട്ടിലെല്ലാവരും പൊട്ടം ഇതിങ്ങനെ പറഞ്ഞ തെറ്റുന്നില്ല. ശരി ആവട്ടെ, നീ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു, മോദി പുറത്താകുമോ? ചാനലുകൾ ചോദിക്കുന്ന ചോദ്യ, മോദി അല്ല ഇയാൾ യോഗി പുറത്താകുമോ ഇയാളെ വിളിപ്പിച്ചതിനെ കൊണ്ട്? പിന്നെ നമ്മളെ ഏതാണ് കേശവ് പ്രസാദ് മൗര്യ, അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം ശക്തമായി തന്നെ ഇയാളെ യോഗിയെ തള്ളിപ്പറഞ്ഞു. അയാള് അമിത്ഷാന്റെ വളരെ കൂട്ടുകാരനാണ്. അവർ തമ്മിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് ഇനി യോഗിക്ക് ഉത്തർപ്രദേശിൽ യാതൊരു ചാൻസും ഇല്ല, അയാളെ ഇറങ്ങി പോകേണ്ടി വരുമോ എന്തൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വല്ലാത്തൊരു കഥയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ഏറ്റവും സീറ്റ് കിട്ടുമെന്ന് അവരുദ്ദേശിച്ചിരുന്ന, അവര് കണക്ക് കൂട്ടലുണ്ടായിരുന്ന സ്ഥലത്ത് അവർക്ക് നഷ്ടം സംഭവിച്ചു. ആ നഷ്ടം സംഭവിച്ചത് എന്താണ്, ആ നഷ്ടം സംഭവിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചുകൊണ്ട് അതിലൂടെ യാത്ര ചെയ്യാനും അതിനെ തിരുത്തുവാനും വേണ്ടിയൊക്കെയാണ് അവിടുത്തെ പ്രസിഡന്റിനെയും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെയും മുഖ്യമന്ത്രിയും ഒക്കെ വിളിപ്പിക്കുന്നത്. ഈ പിന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി ഒരുപാട് തോൽവികൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തോൽവിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സീറ്റ് കുറഞ്ഞു പോയാലൊന്നും ഒരു വിഷമവും ഉണ്ടാവില്ല. വളരെ ധൈര്യത്തോടു കൂടി നേരിടാനും മുന്നോട്ട് പോകാനും കഴിവുള്ള ഒരു പ്രസ്ഥാനമാണത്. ആ പ്രസ്ഥാനത്തിനെ പറ്റി ഇവരൊക്കെ എന്തൊക്കെയോ എഴുതിയതിനെ കൊണ്ടൊന്നും ആ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഥകൾക്ക് അതൊക്കെ രസമാണ്. ഈ എതിര് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും. ആ സുഖിപ്പിക്കലിന് വേണ്ടി അവരെങ്ങനെ പറഞ്ഞോട്ടെ, അതങ്ങനെ കേട്ടോട്ടെ, പൊയ്ക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെ 3 പേരെ അങ്ങോട്ട് വിളിപ്പിച്ചു. അതില് സംസ്ഥാന പ്രസിഡന്റ്, ഈ ഉത്തർപ്രദേശ് പ്രസിഡന്റ്, പിന്നെ അദ്ദേഹം ഭൂപേന്ദ്ര യാദവ് ചൗധരി, അദ്ദേഹം പിന്നെ 10-40,000 പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു റിപ്പോർട്ടുമായിട്ടാണ് പോയത്. അത് പ്രസ്ഥാനത്തിന് കൊടുത്തിട്ടുണ്ട്. പ്രസ്ഥാനം അത് വായിക്കുന്നു. അദ്ദേഹം രാജിക്ക് തയ്യാറായിരുന്നു. എന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എന്ന് നേതൃത്വം പറയുകയും ചെയ്തു. നേതൃത്വം അത് പറഞ്ഞു. മറ്റേ ആളോട് പിന്നെ മൂക്കയറ് ഇട്ട് യോഗീനെ ഇരുത്താനൊന്നും അല്ല പറഞ്ഞത്. എന്താണ് നിങ്ങളെ തോൽവിക്ക് എന്താണ് അവിടെ സംഭവിച്ചത്, അതിനെതിരെ അത് എന്തൊക്കെ ഇന്ത്യ മുന്നണിയുടെ എന്തെല്ലാം
കുതന്ത്രങ്ങളാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ ഉണ്ടാക്കിയത്. ആ കുതന്ത്രങ്ങൾ പൊളിക്കാനുള്ള അടുത്ത പരിപാടികളുമായി മുന്നോട്ട് പോകണം. അതിനുള്ള തീരുമാനം എടുക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാവരും മടങ്ങി. എല്ലാവരും ഉത്തർപ്രദേശിലെത്തി അടുത്ത പരിപാടികളായിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് ആ സ്വപ്നം യോഗിയെ അവിടുന്ന് മാറ്റിക്കൊണ്ട് യോഗി അടുത്ത നേതാവ് തന്നെയാണ്. ബിജെപിന്റെ വലിയ പ്രഗത്ഭനായിട്ട് വരാൻ പോകുന്ന ഒരു നേതാവ് തന്നെയാണ്. അപ്പൊ ചിലവരൊക്കെ പറയുന്നത് ഇനി മോദി ഇയാളെ ഒഴിവാക്കി മോദിക്ക് പകരമായിട്ട് ഇയാൾ വന്നാലോ എന്നുള്ള ബേജാറ് കൊണ്ടാണ്. മോദിക്ക് പകരമായിട്ട് ഇയാളോ അല്ലെങ്കിൽ മറ്റൊരാളോ വരും. മോദിയുടെ വയസ്സ് 72 കഴിഞ്ഞ്. ഇനിയും അയാള് കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോ അയാൾക്കും വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കോൺഗ്രസിന്റെ മാതിരി ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയി ഒരു ഇതിൽ ഇരുത്തുന്ന പരിപാടിയൊന്നും ബിജെപിക്കില്ല. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ പറയുന്നത് കേട്ടു. കോൺഗ്രസിൽ ആരെങ്കിലും പേറ് നിർത്തിയാൽ ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കുടുംബത്തിൽ ആരെങ്കിലും പേറ് നിർത്തിയാൽ ചിലപ്പോൾ ഇനി കോൺഗ്രസിന് ഒരു നേതാവ് ഉണ്ടാകില്ല എന്ന് പറയുന്നത് കേട്ടു. അതുമാതിരി ഏതായാലും ബിജെപിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവിടെ ചിലപ്പം പേറ് നിന്നു പോയാൽ അടുത്ത കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാതായി പോകും. പക്ഷേ ബിജെപിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബിജെപിക്ക് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റൊരു പ്രസിഡന്റ് വരും. അതിനില്ല ആൾക്കാരെയൊക്കെ നൂറുകണക്കിന് ആൾക്കാരെ ഇങ്ങനെ ലൈനാക്കി നിർത്തിയിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. അതിനെ പുറത്തു നിന്ന് നോക്കിയത് കൊണ്ട് എല്ലാവർക്കും ഒന്നും അതിനെപ്പറ്റി പഠിക്കാനൊന്നും പറ്റില്ല. എന്ത് തന്നെയായാലും പിന്നെയും മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിലൂടെ എതിരാളികളെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിൽ വന്നൊരു പ്രസ്ഥാനമാണ്. നെഹ്റു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നെഹ്റുവിനൊന്നും ഇങ്ങനത്തെ എതിരാളിയും ഓപ്പോസിഷനൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ ഉണ്ടായ വിജയമാണ് അതൊക്കെ. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വീണ്ടും ഭരണത്തിൽ വന്നതാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി. അതിനെ ഒന്ന് ഇല്ലാതാക്കാനൊന്നും ഇന്നത്തെ ഈ കോൺഗ്രസ് നേതാവൊന്നും ആയിട്ടില്ല. ആകും എന്ന് ഒരു പ്രതീക്ഷയുമില്ല. അയാൾക്കൊന്നും കൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് യോഗി എന്ന പ്രഗത്ഭ നേതാവിനെ ആരെ കൊണ്ടും കടിഞ്ഞാണിട്ട് ഇനി യോഗിയും തെറ്റ് ചെയ്താൽ ബിജെപി വളരെ ധൈര്യപൂർവം തന്നെ അയാളെയും ഒഴിവാക്കും. അയാളിതാ വീണ്ടും അയാളെ ഭരണം മുന്നോട്ട് പോകുന്നതിന്റെ പരിപാടികളായ അയാൾ വീണ്ടും മുന്നോട്ട് പോയല്ലോ. അവിടെ ഒരു യാത്ര നടക്കുന്നുണ്ട്. ആ യാത്രയില് കൻവാർ യാത്ര. ഈ കൻവാർ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിവഭക്തന്മാരുടെ ഒരു ഇതാണ്. ഭയങ്കര വ്രതമൊക്കെ എടുത്ത് നോർത്ത് ഇന്ത്യകളിൽ ഈ കൻവാർ യാത്രയിൽ വ്രതമൊക്കെ എടുത്തുകൊണ്ട് അവര് യാത്ര തുടരുകയാണ്. ആ യാത്രാ സമയത്ത് അവര് ഗംഭീരമായ കഠിന വ്രതമാണത്. ആ കഠിന വ്രതം ഒക്കെ എടുത്തിട്ട് പോകുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ രണ്ട് സൈഡിൽ ആയിട്ട് ഒരുപാട് ഹോട്ടലുകൾ, നമ്മളെ ശബരിമല സമയത്ത് ഒരുപാട് ഹോട്ടൽ തുറക്കും. ഈ ഹോട്ടലൊന്നും ഹിന്ദുവിന്റെ ഹോട്ടലല്ല, ഒരു ഹിന്ദുവിന്റെയും ഹോട്ടലല്ല. അത് കേരളത്തിൽ പിന്നെ ഹിന്ദുവിന്റെ ഹോട്ടലായാലും കണക്കാണ്. അവിടെയും കിട്ടുക പിന്നെ എല്ലാ തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ സാധനങ്ങളാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഹോട്ടലുകളിലൊക്കെ ശിവന്റെയും പാർവതിയുടെയും മഹാലക്ഷ്മിയുടെയും കൃഷ്ണന്റെയും ഒക്കെ ഫോട്ടോ വെച്ച് പിന്നെ വിൽക്കുന്ന സാധനമൊക്കെ വേറെയാണ്. അതിന്റെ ഓണറുടെ പേര് തന്നെ വേറെ എന്തോ ആണ്. വേറെ മതസ്ഥരാണ് അത് നടത്തുന്നത്. അങ്ങനെ ആ വേറെ മതസ്ഥര് നടത്തുന്ന വേറെ മതസ്ഥര് നടത്തുന്നതിൽ മറ്റ് മതസ്ഥര് കയറി തിന്നുന്നത് എതിർപ്പായിട്ട് കഴിഞ്ഞാൽ അത് പറയണ്ട. ഏത് മതസ്ഥര് നടത്തുന്ന പ്രസ്ഥാനമാണെങ്കിലും അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ കൻവാർ യാത്ര നടക്കുന്ന സമയത്ത് അവിടെ കയറി ഈ ഭക്ഷണം കഴിക്കുന്ന ഈ പാവം ഈ കഠിന വ്രതമെടുത്ത് പോകുന്നവര് വളരെ പിന്നെ ആഗ്രഹത്തോടു കൂടി ഭക്ഷണം വിശപ്പടക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കഴിക്കുന്നത് പിന്നെ മത്സ്യമാംസാദികൾ വെക്കുന്ന ഹോട്ടലുകളിൽ നിന്നായിരിക്കും. കാരണം മറ്റു മതസ്ഥർക്ക് ഇവരോട് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കഴിയുമെങ്കിൽ
എന്തെങ്കിലും കുത്തിത്തിരിപ്പാക്കാൻ പറ്റുമെങ്കിൽ അതാക്കാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലാണ് അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. നമ്മളെ ശബരിമലക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട് അലുവയും പിന്നെ പൊരിയൊക്കെ വിൽക്കുന്ന ഒരുപാട് പിന്നെ ടെന്റുകളൊക്കെ കെട്ടി കാണാം. ഒറ്റയൊന്നു പോലും ഒന്നുപോലും ഹിന്ദുവിൻ്റെതല്ല. അവിടെ ഇരിക്കുന്ന കുട്ടികൾ വരെ ഹിന്ദു അല്ലെങ്കിലും കറുപ്പ് മുണ്ടും ഒരു മാലയൊക്കെ ഇട്ട് ശബരിമലയിൽ വരെ, ശബരിമല സന്നിധാനത്തിന്റെ ചുറ്റുപാട് വരെ അങ്ങനെയാണ്. പിന്നെ കേരളം മതേതര ഭരണമാണല്ലോ. അപ്പൊ ഈ മതേതര ഭരണത്തിന്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പോകുന്ന ഭക്തന്മാരും മതേതരമായിക്കോട്ടെ എന്നായിരിക്കാം. അതുകൊണ്ട് വാങ്ങട്ടെ, തിന്നട്ടെ. അതിന് അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പൊ അതിനെ കൊണ്ട് ഈ യാത്രയ്ക്ക് പോകുന്ന ഓരോ ആ വഴിയിലുള്ള ഹോട്ടലുകളിലൊക്കെ എന്ത് ചെയ്യണം? ആ ഹോട്ടലിന്റെ ഉടമ ഇവിടെ പേര് പ്രദർശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഉടനടി അത് മുസ്ലിമിനെതിരായി. അതെങ്ങനെ എതിരാകുമെന്ന് ചിന്തിച്ചു നോക്കി. അവിടെ അത് നിയമത്തിലില്ലതാ. ആ നിയമത്തിലില്ല സാധനം എഴുതി ഒട്ടിക്കണം എന്ന് പറഞ്ഞത് പിന്നെ മുസ്ലിമിനെതിരാ. OYC അയാള് പ്രശ്നമാക്കി. RJDയോ RLB മറ്റേ അഖിലേഷ് യാദവ് NDAയുടെ കൂടെ ഉള്ളവർ വരെ അതിനെതിർത്തു പറഞ്ഞു. പക്ഷെ വളരെ ധീരനായിക്കൊണ്ട് ധൈര്യത്തോടു കൂടി അയാൾ പറഞ്ഞു, ഇവിടുത്തെ പണി ഇത് ഞാൻ ചെയ്യും, ഇത് നിർത്തില്ല, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഹിന്ദുക്കൾ അങ്ങനെ പറ്റിക്കപ്പെടണ്ട. ഹിന്ദുവിന്റെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തണ്ട. അതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വളരെ അന്തസ്സായിട്ട് പറഞ്ഞു. പിന്നെ ഈ നിയമം ഈ യാത്ര പോകുന്ന വഴിയിലൂടെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കർശനമായി ഇതിനെ എതിർത്തത് കൊണ്ട് ഇത് ഉത്തർപ്രദേശിൽ മുഴുവൻ ഈ നിയമം പാലിക്കപ്പെടണമെന്ന് അയാൾ ഉത്തരവിട്ടു. ഇപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇപ്പൊ ഇത് ബീഹാറിലേക്ക് കൂടി ലേശം പടർന്നുണ്ട്. അവിടെയും കൂടി അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. അപ്പം ഒരു ചെറുങ്ങനെ ഒന്ന് ലൈറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, ഇനി കാര്യങ്ങളായി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള തീരുമാനത്തോടു കൂടി വീണ്ടും യോഗിയുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും യാതൊരു കുറവുമില്ല. അപ്പൊ ആരും ഇനി അങ്ങനെ ഒരു വ്യാമോഹമായിട്ട് കിടന്നുറങ്ങൊന്നും വേണ്ട, യോഗി നാളെ രാവിലെ മാറിപ്പോകുമൊന്നും. അയാളുടെ ഭരണം മുന്നോട്ട് പോകും. അയാളെ ഭരണം അദ്ദേഹം ഇനിയും മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ എല്ലാ ഇതും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കൽക്കത്തയിലുള്ള പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, സുവന്തു അധികാരി, പ്രതിപക്ഷ നേതാവ്. അയാൾ അവിടെ പറഞ്ഞില്ലേ, ഈ സബ്കാ സാത്ത് സബ്കാ വിശ്വാസ് എന്നൊക്കെ പറഞ്ഞ പിന്നെ പരിപാടിയൊന്നും ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ സംഗതി ശരിയാവില്ല. കൽക്കത്തയിലൊക്കെ ഉള്ള ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന, എണീച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഒരു വിഭാഗമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സബ്കാ സാത്ത് ഇതൊക്കെ പറഞ്ഞു നടന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ചിട്ടുള്ള പോക്കായിരിക്കണം. ഇനി അതിന് കേന്ദ്രം തന്നെ ഇടപെടേണ്ടി വരും, ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൽക്കത്തയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നടന്നെങ്കിൽ പാർട്ടിക്ക് ഉണ്ടായ ചെറിയ ഒരു മതേതരത്വം ഇങ്ങനെ ചെറുങ്ങനെ പൊട്ടിമുളച്ചിരുന്നു. പല പ്രസ്ഥാനത്തു നിന്നും പല ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വല്ലാണ്ട് കടന്നു വന്നല്ലോ. ആ കടന്നു വരുത്തിന്റെ ഭാഗമായിട്ട് ചെറുങ്ങനെ ഒരു മതേതരത്വ ലൈനൊക്കെ BJPയും കൊടുത്തോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വീണ്ടും മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ ചെറിയ നിയമങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് വരുന്നു. അപ്പൊ ആ മതേതരത്വം ഏതായാലും വേണ്ട എന്നുള്ളതിന്റെ ഒരു ബോധത്തിലേക്ക് വന്നു എന്ന് തോന്നുന്നു. മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ആ മാറ്റം ഇനിയും ശക്തമായിട്ടുണ്ടാകും. ശക്തമായ ഒരു വരുത്ത് ഇനിയും BJPക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും ഒരാൾക്കാർക്കും വേണ്ട, ഒരു BJP വിശ്വാസികൾക്കും. BJPക്ക് വേണ്ടി പല എതിരുകളും പറഞ്ഞു, BJP അടിച്ചു തകർക്കുവാൻ വേണ്ടി പലവരും
ഇന്നും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും 24 തെരഞ്ഞെടുപ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും കൂടി ഒരുമിച്ച്, എല്ലാ ദുഷ്ടശക്തികളും കൂടി ഒരുമിച്ച് ഒരു ഭാഗത്തും ബി.ജെ.പി. ഒരു ഭാഗത്തുമായിക്കൊണ്ട് ഒരു മത്സരം നടന്നു. ആ മത്സരത്തിലും ആ ശക്തനായ നേതാവിന്റെ മുന്നോട്ടുള്ള നയിക്കുന്നതില് ഉള്ള കരുത്തിന്റെ മേലെ വീണ്ടും വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരു ബ്രാൻഡിന്റെ പുറകിലൊക്കെ ചെറുങ്ങനെ പോയി പാർട്ടി. അതും പാടില്ല എന്ന് തെളിയിക്കപ്പെട്ടു. കാരണം ബി.ജെ.പിയിലെ ഒരു വിശ്വാസികളും ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആരും ഒരു ബ്രാൻഡിനെയും വിശ്വസിക്കുന്നില്ല. ബി.ജെ.പിയെ വിശ്വസിക്കുന്നു. ആ പ്രസ്ഥാനത്തിന്റെ കൊടിയെ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പിക്കാർ ഒരു 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 വ്യത്യസ്തമായ ചിന്തയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. അത് പോയിരിക്കുന്നു. അത് പോകുന്നതിന്റെ സൂചനകളാണ് പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നത്. ആ എൻ.ഡി.എയിൽ നിന്ന് ഒരാളെ ഡൈവോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എൻ.സി.പിയെ വെറുതെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പിറ്റേ ദിവസം രാവിലെ പോയിട്ട് ഇന്ത്യ മുന്നണിന്റെ അവരെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വേസ്റ്റ്. അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ വെറുതെ പിടിച്ച് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ അവലോകനങ്ങളൊക്കെ പാർട്ടിക്ക് എന്നും ഉണ്ടാകും. ആ പാർട്ടി അങ്ങനെ അവലോകനത്തിനോട് കൂടി ആ പാർട്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോളും. അതിന് ആരും ഇനി ബി.ജെ.പി അങ്ങോട്ട് തകർക്കാമെന്നുള്ള വിശ്വാസത്തോടു കൂടിയൊന്നും വന്നിട്ട് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യോഗി ശക്തനാണ്, വീണ്ടും ശക്തനായി ഇനിയും വളരെ മുന്നോട്ട് തന്നെ പോകുമെന്ന് ആണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ ഉത്തർപ്രദേശ് യാത്രയിലൂടെ ഉത്തർപ്രദേശിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് പഠിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അത് നിങ്ങളെ മുന്നിൽ ഒന്ന് അവതരിപ്പിച്ചു. ഏതായാലും ഈ എപ്പിസോഡ് കേൾക്കുന്ന നിങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ.